എന്റെ ആദ്യത്തെ സ്റ്റേജ് ഷോ ആണ്, വിജയകരമാക്കി തരണം. പുതിയ കാൽവെപ്പാണ്. ഓൺലൈൻ വീഡിയോസിലുള്ള ഇന്റർവ്യൂസ് നിർത്തിയിട്ട് ഇപ്പോ ഇനോഗ്രേഷനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റേജ് ഷോസിലേക്കും കടന്നു സർ. മലയാള സിനിമയുടെ ഇപ്പോൾ ഉള്ള അവസ്ഥ കുറച്ച് മോശമായതുകൊണ്ട് പഴയ പോലെ ആൾക്കാരെ പറ്റിച്ച് നടക്കാൻ പറ്റുന്നില്ല. സ്മാർട്ട് മൂവാ. ഓക്കേ, അപ്പൊ മസ്കറ്റിൽ വന്ന് നിൽക്കുമ്പോ എന്താ പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നത് ഈ സ്റ്റേജിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം അവിടെ നിന്ന് ഒരു കല്ലെറിഞ്ഞു പറഞ്ഞാലും കറക്റ്റ് വീഴും, കിണർ പോലെയാ. ഒരു മുട്ടയൊക്കെ ഇറങ്ങാൻ ബോയ്സ് അറ്റ് ബാക്ക് ബെഞ്ചസ് എന്നും ഒരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു. താങ്ക് യു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഷോന് വരുമ്പോ ആ സ്റ്റേജിന് നന്നായി പഠിച്ചിട്ടാ വരിക അല്ലേ? പ്രത്യേകിച്ച് പുറകിലെ ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിച്ച സ്റ്റേജ് നടത്തിയിരിക്കണം. കാരണം പലപ്പോഴും ഈ ഏറൊക്കെ വരിക ഇങ്ങനെ വരുമ്പോ ഇല്ലേ, ഇത് ഞാൻ പറഞ്ഞില്ല, സാധാരണ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ സ്റ്റേജ്, ഇത് കുറച്ച് പുതിയതാ. പക്ഷെ നിറഞ്ഞിരിക്കണ കാണാൻ നമ്മുടെ ആംഫി തിയേറ്റർ മസ്കറ്റിൽ ഭയങ്കര രസമല്ലേ? അടിപൊളി. എല്ലാവർക്കും ധ്യാൻ ശ്രീനിവാസിനെ കാണണമെന്നാ പറയണേ. കണ്ടില്ലേ? കണ്ടോണ്ടിരിക്കല്ലേ കണ്ണ് നിറച്ച്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാളൊക്കെ? പെരുന്നാൾ ഇനി അടുത്തത് നമ്മൾ വിഷുവിലേക്ക് കടക്കാൻ പോവാണ്.